ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം ഞാൻ പാക്ക് ചെയ്യുന്നിടത്തോട്ട് പോകാൻ പോകണം. അവിടെ കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എടുത്ത് ഹോൾസെയിൽ ഷോപ്പിലേക്കുള്ള ഐറ്റംസും ഉണ്ട്, അല്ലാതെ ഷോപ്പുകളിലേക്ക് കൊടുക്കാനുള്ളതും ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയി എടുത്തുകൊണ്ട് വരണം. അപ്പോൾ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഓർഡർ ഉണ്ടായിരുന്നു, അത് പാക്ക് ചെയ്യാൻ മേടിച്ചിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. പിന്നെ കടയുള്ളത് കൊണ്ട് കുറേ ആക്രി സാധനങ്ങളെല്ലാം ഇവിടെ എത്തും. വീട്ടിൻ്റെ മുറ്റത്തൊക്കെ പല സാധനങ്ങളും നിരന്നിടക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ ഒരാളേ ഉള്ളൂ ഇതെല്ലാം വൃത്തിയാക്കാം. എല്ലാം കൂടെ ചെയ്യാനെ കൊണ്ട് പറ്റില്ല. എന്നെക്കൊണ്ട് പറ്റുമ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് വൃത്തിയാക്കും. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ പാക്ക് ചെയ്യുന്നിടത്ത് വന്ന് അപ്പോൾ എല്ലാ സാധനങ്ങളും ബോർഡ് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പാക്കിങ് മാറ്റിയപ്പോൾ എനിക്ക് പാക്ക് ചെയ്യണതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഈ ബോർഡ് കട്ട് ചെയ്ത് അതിലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നൂലൊക്കെ ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എനിക്കിതിലുള്ള പണി. പിന്നെ ഈ സാധനങ്ങൾ കൊണ്ടു കൊടുക്കലും. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേനും അവരെല്ലാം ബോർഡാക്കി സെറ്റാക്കി അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിതൊക്കെ തന്നെയാണ് ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഷോപ്പുകളിൽ കൊടുക്കണതിൻ്റെ കുറേയൊന്നും ഞാൻ എടുക്കാറില്ല. എന്താ വെച്ചാൽ നമ്മൾ ഷോപ്പും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല പുതിയ കച്ചവടക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന്, അപ്പോൾ എൻ്റെ ബോർഡ് കണ്ട് അവർക്ക് മനസ്സിലാവും. എങ്കിലും ഒരു മനസ്സാക്ഷി ഇല്ലാത്ത മനുഷ്യന്മാരാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനായിട്ട് നമ്മളുടെ കടകളും ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവരവിടെ കൊണ്ട് വയ്ക്കുന്നൊരവസ്ഥ വരുത്തണ്ടല്ലോ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് കുറേ ഇതൊന്നും കാണിക്കുന്നില്ല. പിന്നെ മാർക്കറ്റിൽ സാധനങ്ങൾ കൊടുക്കാൻ പോകുമ്പോൾ എന്തായാലും ഹോൾസെയിൽ ഷോപ്പിൽ പോകുമ്പോൾ അവിടെ കുറേ ലൈൻ സപ്ലൈക്കാരനെയൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അവർ പറയും, നിങ്ങളാണല്ലേ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒരുപാട് പേരായില്ലേ, നിങ്ങളുടെ കച്ചവടത്തിനല്ലേ അത് ബാധിക്കുക. അപ്പോൾ ഞങ്ങളൊക്കെ ഓൾറെഡി പോകുന്നവരാണ്. അപ്പോൾ പലരും പുതിയ കച്ചവടക്കാരൊക്കെ ഇറങ്ങി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ എല്ലാവരും ഒരു കച്ചവടത്തിൻ്റെ രഹസ്യം പബ്ലിസിറ്റി ആക്കുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞ് പലരും ചോദിക്കും. പിന്നെ ഞാൻ ഈ ഇടുന്ന വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ അറിയാനുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് ഇട്ട് ഇൻഷാല്ലാ ഞാൻ പേഴ്സണലി പറഞ്ഞുതരാം. അല്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഏറെക്കുറെയൊക്കെ വീഡിയോസൊക്കെ കണ്ട് കുറേ പേരൊക്കെ തുടങ്ങിയവരൊക്കെ തുടങ്ങട്ടെ. എല്ലാവർക്കും ഒരു വരുമാനം വേണമല്ലേ. അപ്പം നമുക്ക് കുശുമ്പൊന്നും കൊണ്ടൊന്നുമല്ല, നമ്മളുടെ ഒരു മാർക്കറ്റിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത് നമ്മൾ ചെയ്യുന്ന ഈ ബിസിനസ് ചെറിയൊരു മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തുടങ്ങാനും പറ്റും കേട്ടോ. വലിയ എമൗണ്ടൊന്നും ഇതിന് വേണ്ടി ഇറക്കണമെന്നില്ല. ചെറിയ രീതിയിൽ ഒരു 10,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കൊരു കമൻറ്റ് എൻ്റെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോൻ്റെ താഴെ ബോർഡ് ഐറ്റംസ് അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഷമീറ കബീർ എന്നുള്ള ചാനലിൽ നമുക്ക് അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. അതിനുള്ള റിപ്ലൈ ഞാൻ അതിൽ തരാം കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ സഞ്ചിക്കകത്താക്കിയിട്ടുണ്ട്. മഴയും ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നനയാതെ എനിക്ക് അവിടെ എത്തിക്കണം. ഇതായിട്ട് എനിക്ക് മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ കൊടുക്കാനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കവറിനകത്ത് തന്നെ ആയിരിക്കും നമ്മുടെ സഞ്ചാരങ്ങൾ മൊത്തം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ഈ ഹോൾസെയിൽ ഷോപ്പിൽ വെക്കുന്നതിനകത്ത് നമുക്ക് ഡേറ്റ് സീൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഹോൾസെയിലായിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് എല്ലാം ഡേറ്റ് സീൽ ചെയ്ത് സഞ്ചിക്കകത്തെല്ലാം എല്ലാം പാക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് മൊത്തം. അപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു 4-5 ദിവസമായിട്ടോ. അപ്പോൾ മഴ തുടങ്ങിയിട്ട് ചിങ്ങമാസം തുടങ്ങി, കർക്കിടകം തീർന്ന്. ഇപ്പോൾ എന്താ മഴ എന്നറിയില്ല. എന്തോ ആണെങ്കിലും മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സെയിൽ നടക്കുന്നില്ല. പിന്നെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാനും പറ്റില്ല. ഈ ബാഗിനകത്താക്കിയിട്ട് കവറിനകത്തൊക്കെ ഇട്ട് മൂടിയിട്ടൊക്കെ വേണ്ട കൊണ്ടുപോകണമെങ്കിൽ. ഇപ്പോൾ ഈ ചെറി കൊണ്ടു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കോഴിയും കൂടെ ഉണ്ട് കേട്ടോ കടയിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ കൊണ്ടുപോകണം. എന്തായാലും ഒരു വെടിക്ക് 2 പക്ഷി, അല്ലെങ്കിൽ പിന്നെ അത് കൊടുക്കാനായിട്ട് വേറെ പോകണം. പിന്നെ ഈ കോഴിയെ പിടിച്ചുകൊണ്ട് ബാക്കിൽ ഇരിക്കാൻ ആൾ വേണം. പലപ്പോഴും ഞാൻ തനിയെ പോകുമ്പോൾ കോഴിയെ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ സാധനങ്ങൾ വെക്കുന്ന കണക്ക് കോഴിയെ വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അതിങ്ങനെ അനങ്ങുമ്പോൾ അതിൽ നിന്ന് ചാടിപ്പോയാലോ. അപ്പോൾ മോന് സ്കൂളിൽ ലീവുള്ളപ്പോഴേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവനെ കുറേ ദിവസമായി ഞാൻ അവിടെ പറഞ്ഞിട്ട് വന്നിട്ട്. അപ്പോൾ അവർ കൊണ്ട് ചെല്ലാൻ പറഞ്ഞ് പിന്നെ നമ്മൾ ചാക്കൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ മോൻ താണ്ടെ കോഴിയെ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ കോഴികളുണ്ടായിരുന്നേ. അതെല്ലാം കൊടുത്ത് തീർന്ന്. നമുക്കിവിടെ നാടൻ കോഴിയും നാടൻ മുട്ടയൊക്കെ അത്യാവശ്യം നല്ല ചിലവുണ്ട് കേട്ടോ.
സത്യം പറഞ്ഞാൽ ഈ ഭ്രാന്തൊക്കെ എവിടെ നിന്ന് വന്ന് കൂടിയെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ ഈ കോഴിയും കോഴിക്കാഷ്ടമൊക്കെ കണ്ടാൽ പിന്നെ അടുത്തു കൂടെ വരാത്ത ഞാനാണ്. ഇപ്പോൾ കോഴിക്ക് തീറ്റ കൊടുക്കുകയും കോഴിയെ പിടിക്കുകയും മുട്ടയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ മനുഷ്യന്മാരുടെ ഓരോ അവസ്ഥകളല്ലേ മാറി മറിയുന്നത്, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ നമുക്ക് ഒരുപാട് വരുമാന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നമുക്കൊരു വരുമാനം എന്നത് സാധ്യമാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കുറേ പെണ്ണുങ്ങളൊക്കെ മടിച്ചിരിക്കുന്നവരൊക്കെ പുറത്തിങ്ങോട്ട് ചാടട്ടെ. പിന്നെ പുറത്ത് ചാടിയിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടാന്ന് പറഞ്ഞ് കെട്ടിയവങ്ങന്മാരെ കൊണ്ട് അടിയൊന്നും മേടിക്കല്ലേ. ഞാൻ പണ്ട് തൊട്ടേ പുറത്ത് പോയാലും എല്ലാവരുമായിട്ട് സഹകരിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഇതിനെയൊക്കെ ഉള്ളൊരു തൻ്റെയിടും ധൈര്യമൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊക്കെ എന്തൊക്കെയോ ചെയ്യണം, ഒരു വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെയുള്ള അതിയായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആരും ഒന്നിനും തയ്യാറല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 4-5 കോഴിയുണ്ട് കേട്ടോ. ഇതിൽ 4 നമ്മൾ പിടിക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഏകദേശം ഒരു 9 കിലോളം ഉണ്ട്. അപ്പോൾ ഞാൻ തീറ്റ ഇട്ട് കൊടുത്തിട്ട് അധികം നേരം ആയില്ല, വൈകിട്ടത്തെ തീറ്റയെ. അപ്പോൾ അത് തിന്നൊക്കെ അവരുടെ തൊണ്ടയിൽ തന്നെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ വെയിറ്റൊക്കെ ലെസ് ചെയ്തിട്ടേ നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ. എന്തായാലും അവിടെ കൊണ്ടുപോയി നോക്കുമ്പോൾ അറിയാം എത്ര ഉണ്ടെന്ന് കേട്ടോ. പിന്നെ ഇതൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ ശേഷമാണല്ലോ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യും, വോയിസ് ഓവർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ 4 കോഴിയെ കൊടുക്കുമ്പോൾ എത്ര കിട്ടുമെന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു എമൗണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രതീക്ഷിച്ചില്ല എങ്കിലും വെറുതെ നമ്മളൊന്ന് ആഗ്രഹിക്കുമല്ലോ ഇത്ര കിട്ടിയായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ മുമ്പൊക്കെ കോഴിയെ കൊണ്ടുപോകുമ്പം നമ്മൾ വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ ഒരു 5-6 കോഴി 4-5 കോഴിയൊക്കെ കൊടുക്കുമ്പോൾ 1500, 600, 2000-അകത്ത് കിട്ടാം. അതിൽ കൂടുതലൊന്നും കിട്ടില്ല. എന്താ വെച്ചാൽ കോഴിൻ്റെ വെയിറ്റ് അനുസരിച്ചുള്ള എമൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. വെറുതെ എങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ ഈ കോഴിയെ കൊടുത്തപ്പം ഞാൻ ആഗ്രഹിച്ച ആ ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ റേഷൻ കടയിലെ അരിയൊക്കെ ഉണ്ടല്ലോ, അതും ഗോതമ്പും കൂടെ വേവിച്ച് കൊടുക്കും. പിന്നെ അതുപോലെ ലെയർ പല്ലറ്റ്, ലെയർ മാഷ്, പിന്നെ ഫിനിഷർ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ പല സെക്ഷനായിട്ടുള്ള തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഈ തവണ നമ്മൾ കോഴിയെ കൊണ്ടുവന്നതിൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കുറേ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒന്നും നടക്കില്ല. പക്ഷേ കോഴിക്കാണെങ്കിൽ ആവശ്യക്കാർ ഇങ്ങനെ ചോദിച്ചു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഓണം കഴിഞ്ഞ ശേഷം നമുക്കിനിയിപ്പം കോഴിയെ വിരിയിപ്പിക്കാനാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഈ കോഴിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഓണത്തിൻ്റെ അവധിക്ക് ഇക്കാടെ വീട്ടിലോട്ട് കൊല്ലത്തോട്ടൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പം ഇതിനെ ഇവിടെ നോക്കാൻ ആരും ഇല്ലാതാവും. പിന്നെ ഉമ്മയാണ് വീട്ടിലുള്ളത്. പിന്നെ അതൊക്കെ കൂടെ ഉമ്മയെ ഏൽപ്പിക്കുമ്പോൾ ഉമ്മാക്കൊരു വിഷമമാണ്. അപ്പോൾ എന്തായാലും ഉമ്മായും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, ഞാൻ പോയിട്ടൊക്കെ വരട്ടെ, അന്നേരം ഞാൻ ഇവിടെ തന്നെ കാണുമല്ലേ. അപ്പോൾ അത് കൊടുത്തു. നമുക്ക് പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെറി വയ്ക്കാനായിട്ട് ഷോപ്പിലോട്ട് വന്നതാണ് കേട്ടോ. ഇന്നിപ്പോൾ കൂടെ മോനും കൂടെ ഉള്ളതുകൊണ്ട് വീഡിയോ പിടിച്ചു തരാൻ ആളായിട്ടാ. ഇന്നെന്താ ക്യാമറാമാനെയും കൂട്ടിയിട്ടാണോ വന്നിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ മൊബൈൽ വീഡിയോ എടുക്കണമല്ലേ, അതിന് വേണ്ടി ഇവിടെ എവിടെയെങ്കിലും ചാരി വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മോനുള്ളതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്തു തന്ന്. അപ്പോൾ ഇത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാൻ നേരത്ത് കോഴി കൊടുത്ത പൈസ മേടിക്കണം. അതാണ് നമുക്ക് കോഴിക്ക് കുറച്ച് തീറ്റയും മേടിക്കാനുണ്ട് കേട്ടോ. കോഴിത്തീറ്റ നല്ല ചിലവാണ് കേട്ടോ. പിന്നെ നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല കോഴിയെ വളർത്തൽ. വെറുതെ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഇവിടുന്ന് തീറ്റ കിട്ടാനാ കോഴിക്ക്. ഞാൻ ഗോതമ്പും അരിയും ഇതെല്ലാം പൈസ കൊടുത്താണ് മേടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഞാൻ എന്തോ അതിലങ്ങ് അഡിക്റ്റായിപ്പോയി. പിന്നെ അത് എനിക്ക് മാറ്റാനും പറ്റണില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കിങ്ങനെ കുറച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ചിലവുണ്ട്. കോഴീൻ്റെയൊക്കെ വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഏകദേശം കോഴിയൊക്കെ കൊടുത്ത് തീർന്ന്. ഇന്നൊരു കുറച്ച് 2 നാടൻ പൂവനും ഒരു 5-6 പിടക്കോഴിയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം ഞാൻ അടുത്തത് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുകയോ അല്ലെങ്കിൽ മേടിക്കുകയോ ചെയ്യാനാണ് പ്ലാന്. എന്തായാലും നോക്കട്ടെ, അപ്പോഴും അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഐറ്റംസൊക്കെ എത്രയുണ്ട്, തീർന്നോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ ആണെങ്കിൽ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കാൻ പറ്റാത്തൊരു പരുവമാണ് കടയ്ക്കകത്ത്. പിന്നെ ലൈൻ സപ്ലൈക്കാർ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കടയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാണ്ട് കോഴിക്കുള്ള തീറ്റ മേടിക്കാനായിട്ട് വന്നതാണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.